Hello everyone, welcome back. In this video, we are discussing about the best course after plus 2 commerce. പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഏത് കോഴ്സാണ് ബെറ്റർ? ഒട്ടുമിക്ക സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പേരൻസിനുള്ള സംശയമാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സസ് ഏതൊക്കെയെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നല്ല വശവും ചീത്ത വശവും കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അതുപോലെ തന്നെ ഏകദേശം എത്രമാത്രം ഭാവിയിൽ സാധ്യതകളുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനമെടുക്കാൻ. എടുത്തു ചാടി തീരുമാനം എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. ഞാൻ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊമേഴ്സ് എടുത്തു, അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻസ് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത് വീഡിയോ കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ വാട്ട് ആർ ദി ബെസ്റ്റ് കോഴ്സ് ആഫ്റ്റർ പ്ലസ് ടു കൊമേഴ്സ്. അപ്പോൾ നമ്പർ 1 BCom, ബാച്ചലർ ഓഫ് കൊമേഴ്സ്. പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ BCom കൊമേഴ്സ്. ഇപ്പോൾ കോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, ഫിനാൻസ്, ബിസിനസ് സിസ്റ്റം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് BCom. കോഴ്സിന് ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനാണ് വരുന്നത്. ഇനിയിപ്പോൾ തൊഴിലവസരങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ട്, ഓഡിറ്ററായിട്ട്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി നമ്പർ 2 BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. ഫ്യൂച്ചറിൽ ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യണം, മാനേജ്മെൻറ്റ് മേഖലയിൽ തുടക്കക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BBA. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ BCom പോലെ തന്നെ 3 ഇയർ ഡ്യൂറേഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BBAക്കും വരുന്നത്. കോഴ്സിൻ്റെ അവസരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജറായിട്ട്, മാർക്കറ്റിംഗ് പ്രൊഫഷണലായിട്ട്, അപ്പോൾ തന്നെ HR സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ BBAക്ക് ശേഷം MBA ചെയ്യാൻ പറ്റും. BComനെ പറ്റിയിട്ടും BBAനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് ഈ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരിക. അടുത്തത് നമ്പർ 3 ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA. എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ളതല്ലേ, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് CA. ഇനി എന്താണ് ഈ ഒരു കോഴ്സിൽ മെയിനായിട്ട് വരുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓഡിറ്റിംഗ് മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. ഇതിൽ മെയിനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും പഠിക്കാനുണ്ട്. ഏകദേശം 5 വർഷം തൊട്ട് 6 വർഷമൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കാലയളവ് വരും. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളൊരു CA കാരനാവാൻ വേണ്ടിയിട്ടുള്ളത്. തൊഴിലവസരങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഹെഡ്, ഓഡിറ്ററായിട്ട്, അതുപോലെ തന്നെ ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അടുത്തത് നമ്പർ 4 കമ്പനി സെക്രട്ടറിഷിപ്പ് CS. എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു കോഴ്സാണില്ലേ CA പോലെ തന്നെ. കമ്പനിയുടെ നിയമപരമായിട്ടുള്ള ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CS വരുന്നത്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 ഇയർ വരെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഡ്യൂറേഷൻ വരും. ഇനിയിപ്പോൾ ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ കമ്പനി സെക്രട്ടറി, കോർപ്പറേറ്റ് ലോ അഡ്വൈസർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. 5ാമത്തേത് CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. CMA, CS, CA ഇതെല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള കോഴ്സാണ്. ഈ എല്ലാ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഈ എല്ലാ കോഴ്സും കേട്ടോ. അപ്പോൾ എന്താണ് CMA? കമ്പനി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് അല്ലെങ്കിൽ ലക്ഷ്യമാക്കുന്നതിനുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA. ഇനിയിപ്പോൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 3 to 4 ഇയർ വരെയൊക്കെയാണ് ഡ്യൂറേഷൻ കാര്യങ്ങളും വരുന്നത്. ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ കോസ്റ്റ് അനലിസ്റ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അടുത്തത് നമ്പർ 6 ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്ര രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് കോഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ACCA. ഫിനാൻസ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് എന്നിവയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ ദിസ് കോഴ്സ് ഫോർ യു. ഇനിയിപ്പോൾ ജോബ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറായിട്ട്, ഓഡിറ്ററായിട്ട്, ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് നിരവധി തൊഴിലവസരങ്ങളാണ് ACCA പഠിച്ച വിദ്യാർത്ഥികൾക്കായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്പർ 7 ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഇത് ഏകദേശം 3 to 4 ഇയർ വരെയാണ് ഡ്യൂറേഷൻ കാര്യങ്ങളും വരുന്നത്. ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ മാനേജറായിട്ട്, അതുപോലെ ഷെഫായിട്ട്, ഹോസ്പിറ്റാലിറ്റി എക്സ്പേർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഏതൊക്കെ തരം കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, BHM, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹോസ്പിറ്റാലിറ്റി, BBA ഇൻ ഹോസ്പിറ്റാലിറ്റി. നിരവധി കോഴ്സ് കാര്യം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമ്പർ 8 ഇവൻറ്റ് മാനേജ്മെൻറ്റ്. എന്താണ് ഈ ഒരു കോഴ്സിൽ മെയിനായിട്ട് വരുന്നത്, ബ്രാൻഡിങ്ങിനെയും അതുപോലെ തന്നെ വലിയ വലിയ പരിപാടികളുടെ
പ്ലാനിങ്ങിനെയും കുറിച്ചുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റഡീസാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇവൻറ്റ് പ്ലാനറായിട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഏതൊക്കെ തരം കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്? BBA ഇൻ event മാനേജ്മെൻറ്റ്, BA ഇൻ event മാനേജ്മെൻറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻസ്, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് event മാനേജ്മെൻറ്റ്, BSc ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. നിരവധി കോഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്പർ 9 BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ പറ്റിയോ അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങിനെ പറ്റിയും താല്പര്യമുള്ള അല്ലെങ്കിൽ IT മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, സ്കെയിലപ്പ് ആകണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BCA എടുത്ത് പഠിക്കുക. ഇറ്റ്സ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട്, ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് നിരവധി തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ BCA പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. ഞാൻ BCAനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണുക. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ BCA ചില കോളേജുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടകയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു സ്ട്രീം എടുത്ത് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BCA എടുത്ത് പഠിക്കാൻ പറ്റും. നമ്പർ 10 GNM ജനറൽ നഴ്സിംഗ്. പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ചു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മെഡിക്കലായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേഴ്സ് ആകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ പറഞ്ഞ പോലെ GNM എടുത്ത് പഠിക്കുക. ഇറ്റ്സ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഏകദേശം 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ്. GNMന് ശേഷം നിങ്ങൾ 2 വർഷത്തെ പോസ്റ്റ് BSc കൂടി ചെയ്യുകയാണെങ്കിൽ BSc സ്റ്റുഡൻസിനെ പോലെ തന്നെ ആ ഒരു സെയിം വാല്യൂ ഓഫ് സർട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാനും പറ്റും. ഇനിയിപ്പോൾ ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ നേഴ്സുമാരായിട്ട് അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഫൈനലി നമ്പർ 11 BBM BMS ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റഡീസ്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തൊരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BBM അപ്പോൾ തന്നെ BMS നിങ്ങൾക്ക് എടുത്ത് പഠിക്കുക. ഇനിയിപ്പോൾ ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട്, ഓപ്പറേഷൻ മാനേജറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, ജോലിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതെല്ലാമാണ് പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ കോഴ്സ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും A to Z കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നല്ല വശവും ചീത്ത വശവും കാലയളവും അതുപോലെ തന്നെ കോഴ്സിന് ഭാവിയിൽ ഏകദേശം എത്രമാത്രം സാധ്യതകളുണ്ടാകും, അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക. ഇനി കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റിൽ കണ്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ സെഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യാം.